ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ബയോഡെർമയുടെ അറ്റോളിയം ബയോ മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് മിക്ക മോയ്സ്ചറൈസറും യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് അല്ലെങ്കിൽ ഡൾനെസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതും എന്താ പറയുക, സ്കിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഈ ബയോഡെർമയുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ ഒന്ന് ഗ്ലോ ഒക്കെ ആകാനും നല്ലതാണ്. സെൻസിറ്റീവ് ആകാതിരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജ് ഒക്കെ ഒന്ന് മാറ്റി റിപ്പയർ ചെയ്യാനും ഒക്കെ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ ബയോഡെർമയുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, ഒരു 500 എബോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 451 ആണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു 400, 425 ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. വളരെ നല്ലതാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോയ്സ്ചറൈസറാണിത്. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവർക്കും അറിയാം, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതും ഭയങ്കര നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിന്നുകാർക്കും അതേപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് സെറ്റാഫിലിൻ്റെ ഈ മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാം എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. നല്ല ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഡെയിലി മോയ്സ്ചറൈസർ, സെറ്റാഫിലിൻ്റെ ഡെയിലി മോയ്സ്ചറൈസറുണ്ട്, അതാണ് യൂസ് ചെയ്യേണ്ടത്. അത്ര ഡ്രൈ അല്ലാത്തവർക്ക് ഈ ഡാമിൻ്റെ സെറ്റാഫിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, ഒരു 200-300 റേഞ്ചിലൊക്കെ പല പാക്കിൽ അവൈലബിൾ ആണ്. ഇത് 30 ഗ്രാമിൻ്റേതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട്, അപ്പോൾ നോക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് സെറ്റാഫിൽ. ഈ തേർഡ് വൺ വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ മാറുള മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് 0.5% മാറുളയാണ്. പിന്നെ ഹൈലോണിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ F ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്. ഇതിനും വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല. എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഫേസിൽ ചെറിയ ചെറിയ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. 1-2 ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ചെറുതായിട്ട് ബംസ് പോലെയൊക്കെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. പക്ഷേ പൊതുവേ ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഓയിലിയാണിത്, അതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ സെറാമൈഡ് പ്ലസ് HA ഇൻറ്റൻസീവ് ഡെയിലി മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാനൊരു ചെറിയ പാക്കാണ് വാങ്ങിച്ചത്. ഇത് 25 ഗ്രാമിൻ്റെ ഫ്രീ ഗിഫ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം സ്കിന്ന് ഡ്രൈ ആവാതെ സൂക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബയോഡെർമയുടെ അത്രയൊന്നും വരില്ല, അതുപോലെ തന്നെ സെറ്റാഫിൻ്റെ അത്രയും വരില്ല. എങ്കിലും നമുക്ക് കുറഞ്ഞ പ്രൈസിൽ, അതായത് ഒരുപാട് എക്സ്പെൻസീവ് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ. ഇതിനകത്ത് സെറാമൈഡ് അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ സ്കിന്നെ റിപ്പയർ ചെയ്യാനും അതുപോലെ ഡ്രൈ സ്കിന്നെ കാമാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ 4 മോയ്സ്ചറൈസറാണ് ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ള അടിപൊളി മോയ്സ്ചറൈസർ. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ 2 മോയ്സ്ചറൈസറായിരിക്കും. ബയോഡെർമയും സെറ്റാഫിലും ഭയങ്കര നല്ല മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസർ എന്ന് പറയാം. ഏറ്റവും നല്ലത് ബയോഡെർമ തന്നെയാണ്, പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവാണ്. അല്ലെങ്കിൽ നമുക്ക് സെറ്റാഫിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. ഇതുവരേക്കും ടാറ്റാ, ബൈ ബൈ.